ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് പോലും ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടന്നിരിക്കുന്ന ആക്രമണങ്ങളുടെ എണ്ണം 161 പുതിയ റിപ്പോർട്ട് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് പോലും ഈ മതന്യൂനപക്ഷങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ പോലുള്ള മറ്റു സമുദായങ്ങളെ ആക്രമിക്കുന്നത് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കാൻ കഴിയുന്നത്. UCF പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഓരോ ദിവസവും 2ലേറെ ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ജനുവരിയിൽ 70 എണ്ണം, ഫെബ്രുവരിയിൽ 62, മാർച്ചിൽ ആദ്യ 15 ദിവസങ്ങളിൽ 29 എന്നിങ്ങനെയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ. ഇതിനു പുറമെ ഇതേ കാലയളവിൽ കള്ളക്കേസിൽ കുടുക്കി 122 ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും ഈ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UPയിൽ മാത്രം അവിടുത്തെ മതസ്വാതന്ത്ര്യ നിയമപ്രകാരം 75 ദിവസങ്ങളിൽ ഇങ്ങനെ 30 പുരോഹിതന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇങ്ങനെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2020 ജനുവരി മുതൽ 2024 മാർച്ച് 15 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ 2264 അക്രമ സംഭവങ്ങളാണ് UCFന്റെ ഹെൽപ്പ് ലൈൻ വഴി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാലയളവിൽ കേരളത്തിൽ ഒരു അക്രമം പോലും നടന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. BJP അധികാരത്തിലെത്തിയ 2014 147 ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 2023 720 വർദ്ധിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2014 മുതൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ 3656 അക്രമ സംഭവങ്ങളിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് പള്ളികൾ തകർക്കപ്പെടുകയും ക്രൈസ്തവർ കൊലപ്പെടുകയും ചെയ്യപ്പെട്ട മണിപ്പൂർ കലാപത്തിന്റെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മണിപ്പൂർ ഒഴിവാക്കി നിർത്തിയിട്ട് പോലും ഈ 3656 ആക്രമണങ്ങളാണ് ഇത്രയും നാളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇരയായിരിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. 658 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പട്ടികയിൽ 2ാമത്തെ സംസ്ഥാനം കഴിഞ്ഞ ഡിസംബർ വരെ കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡ് ആണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. ഇവിടെ ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ പോലും കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. പല ഗ്രാമങ്ങളിലും ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് പോലും വിലക്ക് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. മതപരിവർത്തനം ആരോപിച്ച് ചണ്ഡീഗഡിലെ ക്രിസ്ത്യൻ മത വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും അതിനെതിരെ ഭൂപേഷ് ബാഗലിന്റെ സർക്കാർ ചെറുവിരൽ അനക്കിയില്ല എന്നതും കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആണ് എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒപ്പം ഇരകളുടെ പരാതിയിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരെയും പാസ്റ്റർമാരെയും കസ്റ്റഡിയിലെടുക്കുകയും ആക്രമണം ഭയന്ന് 100 കണക്കിന് വിശ്വാസികൾ കാട്ടിൽ അഭയം തേടുന്ന സാഹചര്യവും ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും പുതിയ കണക്കുകളിൽ 2024 ജനുവരി മുതൽ ഈ പറയുന്ന മാർച്ച് 15 വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ 161 കേസുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിൽ 8 സംഭവങ്ങളുണ്ട്. അതായത് DK ശിവകുമാറും സംഘത്തിനും അവിടെ ഇപ്പോഴും വലിയ പ്രാതിനിധ്യമൊന്നുമില്ല എന്ന് ഈ സംഭവങ്ങളുടെ കണക്കിൽ വെച്ച് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ ഇപ്പോഴും ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. ആ അക്രമത്തിന്റെ കണക്കുകൾ കൂടി വന്നിട്ട് പോലും കോൺഗ്രസ് സർക്കാർ ചെറുവിരൽ അനക്കിയിട്ടില്ല. ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട് കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്ത് അവിടെ ഒന്നും ചെയ്തിരുന്നില്ല. ഇവിടെ കർണാടകയിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ, അതായത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കുകയും അവിടെ പിന്നീട് കാവിക്കൊടി കിട്ടുന്നതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ആ സമാനമായ ഒരു കാഴ്ച കർണാടകയിലും ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു നടപടിയെടുക്കാൻ കർണാടക സർക്കാർ ഇതുവരെ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതും വലിയ സംശയം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. UPയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്, ചണ്ഡീഗഡിലെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ ഒരു സമാനമായ രീതിയിലാണ് കർണാടകയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും കേരളത്തിൽ ഇതുവരെ അത്തരത്തിലൊരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്രയും നാളിന് ശേഷവും ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെ പോലും ഒരു കേസ് പോലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് സുരക്ഷിതമായ ഒരു നാട് തന്നെയാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല.